ശതാബ്ദിയിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് നാഗ്പൂരിൽ ഡോക്ടർ ജിയുടെ ഭവനത്തിനുള്ളത്. 1925 ഡോക്ടർ ജി സംഘം സ്ഥാപിക്കുന്നത് ഇവിടെ വെച്ചാണ്. നാഗ്പൂരിലെത്തുന്ന ഏതൊരു ദേശഭക്തനും മറക്കാതെ സന്ദർശിക്കുന്ന ഒരിടമായി ഈ ഭവനം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ സംഘത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപപ്പെടുന്നത്. ഏപ്രിൽ മാസം 1 ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജനനം. തീരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അനുശീലൻ സമിതിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതാവായി. തന്റെ 36ാമത്തെ വയസ്സിലാണ് ഡോക്ടർ ജി രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നത്. സംഘസ്ഥാപകൻ ഡോക്ടർ ജി ആണെങ്കിലും രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കർ ആണെങ്കിലും ഇവരെല്ലാം ഉപാസകരായിരുന്നു. ഡോക്ടർ ജിയുടെ ഉപാസനാ മൂർത്തിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ ഉപാസനാ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. മഹാരാഷ്ട്രയുടെ തനത് പാരമ്പര്യത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഇത് മറ്റൊരു ചെറിയ ഹാളാണ്. ഇവിടെയാണ് സംഘത്തിന്റെ ബൈഠക്കുകൾ പലതും നടന്നിരുന്നത്. സംഘവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജി പല സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടതും ഈ മുറിയിൽ വെച്ചാണ്. ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയൊരു ജനതയ്ക്ക് സ്വാഭിമാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ഡോക്ടർ ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുന്നത് ഈ മുറിയിൽ വെച്ചാണ്. ഇന്ന് സംഘം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നിരിക്കുന്നു. അന്ന് ഡോക്ടർ ജിക്കൊപ്പമുണ്ടായിരുന്ന 17 പേരുടെ പേരുകൾ ഈ മുറിയിൽ ഇപ്പോഴും എഴുതി വച്ചിട്ടുണ്ട്. അവരെല്ലാം സംഘത്തിൻ്റെ പ്രചാരകരായി. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘടനയെ വളർത്തുവാനായി അവരെ ഡോക്ടർ ജി അയച്ചു. ജൂൺ മാസം 21 ഡോക്ടർ ജി തൻ്റെ സുദീർഘമായ ഇഹലോകവാസം ഉപേക്ഷിച്ചു. എങ്കിലും ഭാരതത്തിലെ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ആവേശത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രേരണാ സ്രോതസ്സായി ഇപ്പോഴും ഡോക്ടർ ജി ജീവിക്കുന്നു. നാഗ്പൂരിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.